പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആൻസൺ. ഞാൻ ജനിച്ചത് മാരാമണ്ണ്. എൻ്റെ അമ്മയും അച്ചാച്ചനും അവരുടെ കുടുംബമൊക്കെ മാർത്തോമ സഭയിൽ ചേർന്ന് ദൈവത്തെ ആരാധിച്ചിരുന്ന രണ്ട് കുടുംബങ്ങളായിരുന്നു. എന്നാൽ ഞങ്ങൾ ജനിച്ചപ്പോൾ എൻ്റെ അച്ചാച്ചനും അമ്മയും മാരാമണ്ണ് ചെട്ടിമുക്ക് ചെറുപുഷ്പം മലങ്കര കത്തോലിക്ക സുറിയാനി പള്ളിയിലെ വിശ്വാസികളായിരുന്നു. അങ്ങനെ എൻ്റെ ജനനം മുതൽ ഞാൻ പരിശീലിച്ചു വന്നതും വിശ്വസിച്ചതും കത്തോലിക്ക രീതിയിലുള്ള വിശ്വാസമാണ്. അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ ഏകദേശം ഒരു 10 വയസ്സായപ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ നല്ലതുപോലെ ചെറുപ്പം മുതലേ നല്ല പാട്ടുകൾ പാടുവാൻ, അതുപോലെ ആരാധന ഗീതങ്ങളും ആരാധന ചൊല്ലുകളും പ്രാർത്ഥനകളൊക്കെ നല്ല ഈണത്തിൽ ചൊല്ലുവാനുള്ള ഒരു കൃപ ഉണ്ടായിരുന്നു. അതിൽ മുന്നേറി വരുമ്പോൾ ഏകദേശം ഒരു 10 വയസ്സായപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വന്ന ഒരു പുരോഹിതൻ, എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കരിമ്പിലച്ചൻ എന്ന് വിളിക്കുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം കരിമ്പിൽ എപ്പിസ്കോപ്പ ആയിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം തോന്നിയിട്ട് എന്നെ മദ്ബഹായിലേക്ക് ക്ഷണിച്ചു, കൈപിടിച്ച് മദ്ബഹായിൽ എന്നെ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് 2 വർഷം എനിക്ക് പരിശീലനം തന്നു. അങ്ങനെ 12-ാം വയസ്സിൽ ആ പള്ളിയിലെ ഒരു പ്രധാന ശുശ്രൂഷകനായിട്ട് ആണ് എൻ്റെ ജീവിതം, ആത്മീയ ജീവിതം ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ പള്ളിയുമായിട്ട് വളരെ അടുത്ത് ജീവിച്ച, പള്ളിയിൽ തന്നെ ഉറങ്ങുകയും പള്ളിയിൽ തന്നെ താമസിക്കുകയും ചെയ്ത് ആ ജീവിതം അങ്ങനെ മുന്നേറി. വേറെ പുറത്തുള്ള യാതൊരു കാര്യങ്ങളും അറിയില്ല. പള്ളിയിലെ സൺഡേ സ്കൂള്, അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു നല്ല കത്തോലിക്ക വിശ്വാസിയായിട്ട് അങ്ങനെ വളർന്നു വന്ന് എൻ്റെ ഹൃദയത്തിലെ ഒരേ ഒരു ആഗ്രഹം സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് കത്തോലിക്ക സഭയിലെ നല്ലൊരു പുരോഹിതനായിട്ട് ജീവിതം കഴിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അത് മാത്രം ലാക്കാക്കി ജീവിച്ചു. അങ്ങനെ 10th SSLC പാസ്സായപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എനിക്ക് സെമിനാരിയിൽ ചേർന്ന്. അച്ഛൻ പറഞ്ഞു, മോനെ സമയമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അങ്ങനെ കോഴഞ്ചേരി സെയിന്റ് തോമസ് കോളേജിൽ ചേർന്ന് പ്രീഡിഗ്രി പഠിച്ചു, പാസ്സായി. അവിടെ അതിനുശേഷം അച്ഛനടുത്ത് വീണ്ടും ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല സമയമായിട്ടില്ല മോനെ, കുറച്ചുകൂടെ പഠിക്ക്. പിന്നീട് അവിടെ ഡിഗ്രിക്ക് ചേരുവാനായിട്ട് ഉള്ള പരിശ്രമമായി. അപ്പോഴാണ് ഇന്ത്യൻ നേവിയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെ അതിനുവേണ്ടി പോയി ഇന്ത്യൻ നേവിയിൽ അഡ്മിഷൻ ലഭിച്ചു. നേവിയിൽ ഏകദേശം 5 വർഷത്തോളം പരിശീലനം നടത്തി. അതിനുശേഷം ഗോവയിൽ അപ്പോയിന്റ്മെന്റ് ആയി. അങ്ങനെ 10 വർഷം നേവിയിൽ സേവനം ചെയ്ത് ഈ 2000 ഞാൻ നേവിയിൽ നിന്ന് വിരമിക്കുകയാണ്. കാരണം ഗൾഫ് ഫയറിൽ നല്ല ഒരു വേക്കൻസി, ഇവിടെ അബുദാബിയിൽ, അന്ന് ഗൾഫ് ഫയർ എന്ന അബുദാബിയിലുണ്ട്, അവിടെ നല്ലൊരു വേക്കൻസി ഉള്ളതായിട്ട് അറിഞ്ഞ് ഞങ്ങൾ കുറെ പേര് കൂടി റിട്ടയർ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് മുംബൈയിലായിരുന്നു ഞങ്ങളുടെ റിട്ടയർമെന്റ്. ഏകദേശം 1 മാസം ഉണ്ടായിരുന്നു അതിന്റെ കാര്യപരിപാടികളൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ മുംബൈയിൽ മീറ റോഡിലാണ് താമസിച്ചിരുന്നതെന്ന്. മീറ റോഡ് റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ കാല് തട്ടി ഒരു കടലാസ്, ഒരു പേപ്പർ ഉയർന്നു വന്നു. ഞാനതിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അപ്പോൾ അതുവരെ ആ 33 വയസ്സ് വരെ, നേവിയിൽ നിന്ന് റിട്ടയർ ആവുന്ന വയസ്സ് വരെ ഞാൻ ജീവിച്ചത് തികഞ്ഞ ദൈവവിശ്വാസിയാണ്. പക്ഷെ അപ്പോൾ തന്നെ ഞാനൊരു ശക്തമായ യുക്തിവാദിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ യുക്തിക്ക് നിരക്കാത്ത ഒന്നും വിശ്വസിക്കാത്ത ഒരു പ്രകൃതം, ഒരു വല്ലാത്ത പ്രകൃതമായിരുന്നു. ആരോടും തട്ടിക്കയറുക, 1 പറഞ്ഞാൽ 2 പറയുക, ഇങ്ങോട്ടൊന്നടിച്ചാൽ 2 തിരിച്ചടിക്കുക, അങ്ങനെയുള്ള ഒരു വല്ലാത്ത പ്രകൃതമായിരുന്നു എൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ ആ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത് മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ വിധിയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കുമായിരുന്നു ഒത്തിരി. അത് മാത്രമല്ല ചില കോഴ്സുകൾ ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നു നേവിയിലുള്ളപ്പോൾ തന്നെ. അപ്പോൾ എനിക്ക് അതിൽ എന്തോ ഒരു ഉത്സാഹം തോന്നിയിട്ട് അത് എന്താണെന്ന് അറിയണം, അതിന്റെ പിന്നിലെ തട്ടിപ്പ്, അതിന്റെ പിന്നിലെ കള്ളത്തരം എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ജുഹുയിൽ പോകുന്നു. ജുഹു ബീച്ചിനടുത്തായിരുന്ന സ്ഥലം. അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ആ ആളിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനത് പഠിച്ചു. അതിന്റെ 1, 2 ലെവലുകൾ, ശരിക്കും പറഞ്ഞാൽ റേക്കി ചികിത്സയായിരുന്നു. മരുന്നില്ലാതെയുള്ള തൊട്ടു ചികിത്സ, സ്പർശിച്ചുള്ള ചികിത്സ. അതെല്ലാം പഠിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ മുംബൈയിൽ നിന്ന് യാത്ര ചെയ്യുക, തിരിച്ച് നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ തിരികെ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് എറണാകുളം കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ എന്നെ ഒരു ദൈവദാസൻ വളരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് അദ്ദേഹം എന്നോട് രക്ഷിക്കപ്പെടണമെന്നും
അതുപോലെ തന്നെ എന്നോട് സുവിശേഷം പറയുവാൻ തുടങ്ങി. ഞാൻ അന്നത്തെ കാലത്ത് തീവ്രമായ കത്തോലിക്ക വിശ്വാസത്തില് പെന്തക്കോസുകാരെന്ന് കേട്ടാൽ തന്നെ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. അങ്ങനെ ആ ദേവദാസനുമായിട്ട് ഭയങ്കരമായ വഴക്ക് അങ്ങനെ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം വിട്ടില്ല. ഞാൻ ചെങ്ങന്നൂർ ഇറങ്ങിയപ്പോൾ എന്റെ പുറകെ അദ്ദേഹം ഇറങ്ങി, എന്റെ പുറകെ വന്ന് പിന്നാലെ വന്ന് സഹോദരൻ രക്ഷിക്കപ്പെടണം, കർത്താവ് തന്നെ തങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ കോപിച്ച് അദ്ദേഹത്തെ ഓടിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കർത്താവിന്റെ കൃപയാൽ ഈ കഴിഞ്ഞ ആഴ്ച ബന്ധപ്പെടുവാൻ സാധിച്ചു. 12 വർഷത്തെ എൻ്റെ നീണ്ട പരിശ്രമത്തിന് ശേഷം ആസാദ് മലയാളം ചാനലിൽ വന്നതാ എൻ്റെ സാക്ഷ്യത്തിലൂടെ അനേകർ അത് കേട്ട് ഈ ദേവദാസനുമായി ബന്ധപ്പെടുവാൻ എനിക്ക് കർത്താവ് കൃപ ചെയ്ത് ആ ദേവദാസനോട് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ 2000 നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ പൂട്ടിവെച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഒരു രോഗശാന്തി ശുശ്രൂഷകന്റെ ജീവിതം ആരംഭിക്കുകയാണ്. അതിൽ തന്നെ വളരെ അധികം പഠിച്ചു, മുന്നോട്ട് പഠിക്കാവുന്നൊക്കെ പഠിച്ചു. ഞാൻ തന്നെ ഒത്തിരി കാര്യങ്ങൾ സ്വന്തം പരിശ്രമത്തിലൂടെ കൈവശമാക്കി. അങ്ങനെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്ക്, ഒരു 2002 ആയപ്പോഴേക്ക് അതിഭയങ്കരമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി, രോഗശാന്തി, പെട്ടെന്നുള്ള രോഗശാന്തി, ഒരാളെ തൊട്ടാൽ ഉടനെ ആൾ സഖ്യമാവും, അങ്ങനെയുള്ള രോഗശാന്തിയും അതുപോലെ തന്നെ പ്രവചനം എന്ന് വെച്ചാൽ കൃത്യമായ പ്രവചനം. അത് മണിക്കൂർ മിനിറ്റ് വെച്ച് പറഞ്ഞ് ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ ഇന്ന മിനിറ്റിൽ ഇന്നത് സംഭവിക്കും എന്ന് പറയുന്ന അതികൃത്യമായ പ്രവചനം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം രാഷ്ട്രീയക്കാര്, ധാരാളം സമൂഹത്തിലെ ഉന്നതര്, പോലീസ് അധികാരികള്, ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാര്, ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ ആൾക്കാരൊക്കെ വന്ന് ആലോചനകൾ ചോദിക്കുകയും അങ്ങനെ ഏകദേശം ഒരു മനുഷ്യ ദൈവത്തിന്റെ, ഞാൻ ഒരിടത്തും പറയാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ടിട്ട്, ഞാനൊരു ഭവനത്തില് എന്നെ അവര് പ്രാർത്ഥിക്കുവാനായി വിളിച്ചുകൊണ്ട് പോയപ്പോൾ, എന്ന് വെച്ചാൽ അന്നത്തെ രീതിയിലുള്ള പ്രാർത്ഥനയാണ്, അവര് എന്നെ പൂജാമുറിയിൽ കയറ്റിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ പൂജാമുറിയിൽ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത് എന്റെ ഫോട്ടോ ആണ്. പൂവും ഒക്കെ ഇട്ട് മാലയൊക്കെ ചാർത്തി എന്നെ അവർ ആരാധിക്കുക. ആ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് 2003, 2004 ആയപ്പോഴത്തേക്ക് എത്തപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് 2005 ഞാനൊരു ദർശനം കാണുകയാണ്. ഒരു ദിവസം 2005 ഒക്ടോബർ 12 ഞായറാഴ്ച രാവിലെ ഞാനൊരു ദുസ്വപ്നം കണ്ട് ഉണരുകയായിരുന്നു. ആ ദുസ്വപ്നത്തിൽ ഒരു സഹോദരിയെയും ഒരു സഹോദരനെയും, പ്രായമുള്ള ഒരു അച്ചായനെ അമ്മാമയും കാണുവാനിടയായി. അങ്ങനെ അവരോട് സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ വല്ലാത്തൊരു സാഹചര്യം, എന്നെ കൊല്ലാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ആ രണ്ടുപേരെയും അന്ന് 2005 ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട രണ്ടുപേരെയും 2014 ഈ അബുദാബിയിൽ വന്നപ്പോൾ എനിക്ക് നേരിട്ട് പരിചയപ്പെടുവാൻ സാധിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി അവരെ കണ്ടപ്പോൾ. അവര് ഇന്ന് ഇപ്പോൾ കർത്താവിന്റെ വേലയിലാണ്, രണ്ടുപേരും കുടുംബമായിട്ട് അവർ കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പോൾ ആ സ്വപ്നത്തിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്റെ കഴുത്തിന് പിടിച്ച് എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. ഞെട്ടി എഴുന്നേൽക്കുകയും എന്റെ കണ്ണിൽ ഒരു വലിയ പ്രകാശമടിച്ചു. ആ പ്രകാശമടിച്ച് എന്റെ തലയുടെ പുറകില് വളരെ മഹത്വമുള്ള അതിഭയങ്കരമായ മിന്നുന്ന ഒരു മുഖം, ഒരു യുവത്വം തുളുമ്പുന്ന ഒരു മുഖം കണ്ടിട്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ആ ദർശനം അങ്ങ് അപ്രത്യക്ഷമായി. ഞാൻ അന്ന് ഞായറാഴ്ചയാണല്ലോ പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ അപ്പോഴത്തെ വികാരിയച്ഛനോട് ഇക്കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് തോന്നലുണ്ടാകുന്ന സംശയം, നമുക്ക് സ്വപ്നമല്ലേ, അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാനത് മറന്നു. ആ ഒരു ദർശനം, ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഒരു കറുത്ത ബൈബിളും കയ്യിൽ പിടിച്ച്, ഞങ്ങളൊന്ന് ഉപയോഗിക്കുന്ന അറിയാമല്ലോ, POC ബൈബിൾ, ചുവന്ന ബൈബിളാണ്. പക്ഷെ ഇത് ഞാൻ കണ്ടത് ഒരു കറുത്ത ബൈബിളും കയ്യിൽ പിടിച്ച്, അന്ന് എനിക്ക് നല്ല താടിയും മീശയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ക്ലീൻ ഷേവ് ആയിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് നടന്ന് സുവിശേഷം അറിയുന്ന ഒരു സുവിശേഷകനായിട്ടാണ് അന്നത്തെ സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചത്. അപ്പോൾ വികാരിയച്ചോട് പറഞ്ഞപ്പോൾ ഞാനത് മറന്നു അവിടെ വെച്ചു. പിന്നെയും എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ 2007 ഫെബ്രുവരി മാസം 18 ഞായറാഴ്ചയാണ്. അന്ന് എനിക്ക് 40 വയസ്സ് തികയുക. ഞാൻ ജനിച്ചത് ഫെബ്രുവരി 19 ആ ദിവസം ഞാൻ പള്ളിയിലും രൂപതയിലൊക്കെ ധാരാളം സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോഴത്തെ സാമൂഹികമായിട്ടുള്ള നില അനുസരിച്ച് പള്ളിയിലെ സെക്രട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ പള്ളിയിലെ പ്രാർത്ഥനായോഗ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പോൾ അന്ന് ഒരു സംയുക്ത പ്രാർത്ഥനായോഗം പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. ഈ ചെട്ടുമുക്കിന് ചെറുപുഷ്പം മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടക്കുകയാണ്.
അന്ന് ഞാനാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിന് എഴുന്നേറ്റപ്പോൾ സാധാരണ ചെയ്യുന്ന എന്താണ്, എന്ത് ഒരു അവസരം ഉണ്ടായാലും ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കാം. കാരണം നമുക്ക് പ്രത്യേക തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. കുറച്ച് സംസ്കൃതവും കുറച്ച് അറബിയും ഒക്കെ അറിയാവുന്നത് കൊണ്ട്, ഹിന്ദിയും നല്ലപോലെ അറിയാം, ഇംഗ്ലീഷും ഇതെല്ലാം ചേർത്തുള്ള ഒരുതരം പ്രസംഗം. അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നമ്മൾ എവിടെ ചെന്നാലും ഈ പ്രസംഗിക്കുന്നതൊക്കെ ആൾക്കാർ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. മണിക്കൂറുകളോളം ആൾക്കാർ അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ പള്ളിയിലൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, എല്ലാവരെയും കാണിക്കുവാനായിട്ട് ഒരു വേദപുസ്തകം ജസ്റ്റ് ഒന്ന് തുറന്ന് വിരൽ വെച്ച് ഒരു വാക്യമൊക്കെ എടുത്ത് വായിച്ച് പിന്നെ അങ്ങ് പ്രസംഗിക്കുക സാധാരണ ചെയ്യുന്നത്. പക്ഷെ അന്ന് വേദപുസ്തകം തുറന്നപ്പോൾ കിട്ടിയത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ്. അതില് എന്ന് വെച്ചാൽ 10 കൽപ്പനകളിലെ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്നുള്ള ആ ഒരു വാക്യത്തിലാണ് ഞാൻ എൻ്റെ വിരൽ തൊട്ടത്. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളു പറഞ്ഞ ശരിയല്ല, അത് വായിക്കാൻ പാടില്ല. കാരണം ഞാൻ രാവിലെയും ഈ പ്രതിമകൾക്കൊക്കെ ധൂപം അർപ്പിച്ച്, അത് മാത്രമല്ല എല്ലാവരോടും ഘോരഘോരം പ്രതിമ വണക്കം ശരിയാണ് എന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, അത് വായിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനത് അടച്ചു വെച്ചു. കുറച്ചു നേരം അതും ഇത് പറഞ്ഞിട്ട് വീണ്ടും വേദപുസ്തകം തുറന്നു. കാരണം വേദപുസ്തകം വായിക്കണമല്ല, പള്ളിയിലെ പ്രസംഗമല്ലേ, പ്രാർത്ഥനയോഗം പ്രസംഗമല്ലേ. വീണ്ടും തുറന്നപ്പോൾ ആവർത്തനം 5-ാം അധ്യായം, അതേ ഞാൻ കൈ തൊട്ടത് അതേ വാക്യം, മുകളിൽ ആകാശത്തിലാകട്ടെ താഴെ ഭൂമിയിലാകട്ടെ വെള്ളത്തിലാകട്ടെ ഒന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. ഇതാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ധൈര്യം വരികയാണ്. എന്നിട്ട് എന്നോട് ആരോ പറയുന്നത് പോലെ ഇത് ഉറക്കെ വായിച്ച് പ്രസംഗിക്കുക. അപ്പോൾ ഞാൻ എല്ലാം മറന്നിട്ട് ഇത് ഉറക്കെ അങ്ങോട്ട് വായിച്ച് പ്രസംഗിച്ചു. പള്ളിയിൽ വലിയ പ്രശ്നമുണ്ടായി. നല്ല പ്രായമുള്ള അപ്പച്ചന്മാർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇവനിൽ പശാചി കടന്നിരിക്കുന്നു. എന്നിട്ട് എന്നെ പിടിച്ചിരുത്തിയിട്ട് ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് ആശീർവാദം പറഞ്ഞ ആ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എല്ലാവരും അന്ന് പള്ളി വിട്ടുപോയി. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യം ഇതായിരുന്നു: ബാല്യം മുതലേ കേട്ട് പഠിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പരിശുദ്ധാത്മാവിനാൽ രചയിതമെന്നാണ്. പരിശുദ്ധാത്മാവിനാൽ രചിതമായിരിക്കുന്ന ഈ വേദപുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ പള്ളിയിൽ പ്രാർത്ഥനാ മധ്യേ വായിച്ച് പ്രസംഗിച്ചപ്പോൾ അത് പിശാച് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് എങ്ങനെ ഇവർക്ക് പറയുവാൻ സാധിച്ചു? ഇതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചു, വേദപുസ്തകം പഠിക്കുവാൻ തീരുമാനിച്ചു ആദ്യം മുതൽ. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം വായിച്ച് പഠിക്കുവാൻ, ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വായിച്ച് പഠിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നത്. അങ്ങനെ 1 മുതൽ വായിക്കുവാൻ തുടങ്ങി, അതിന്റെ നോട്ട്സുകളൊക്കെ എഴുതാൻ തുടങ്ങി. പതിയെ വായിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ഞാൻ നടക്കുന്ന വഴി ദൈവത്തിന്റെ വഴിയല്ല, അത് ദൈവികമായ വഴിയല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. ഞാൻ നടത്തുന്ന അത്ഭുത പ്രവൃത്തികളും രോഗശാന്തിയും അതുപോലെ നടത്തുന്ന പ്രവചനങ്ങളും വലിയ എന്ന് വെച്ചാൽ ദൈവമായി ആരാധിക്കപ്പെടുന്ന ഒന്നും അത് വിശുദ്ധ വചനവുമായി, അത് മാത്രമല്ല ഞാൻ പള്ളിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ കഴിഞ്ഞ 10-30 വർഷത്തെ പള്ളിയിലെ ജീവിതം അത് ഒരു വിധത്തിലും വിശുദ്ധ വചനവുമായിട്ട് ചേർന്ന് പോകുന്നല്ല എന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് വേറൊന്നും അറിയില്ല, എനിക്ക് കത്തോലിക്ക കാര്യങ്ങളല്ലാതെ. അത് മാത്രമല്ല, എന്റെ എപ്പോഴത്തെ പ്രസംഗവും എപ്പോഴത്തെ വിശ്വാസവും കത്തോലിക്ക സഭയിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. വേറെ ഒരു സഭാംഗങ്ങളും വേറെ ഒരു വിശ്വാസത്തിൽപ്പെട്ടവരും പെന്തക്കോസുകാര് ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല. അത്ര എതിരായിരുന്നു ഈ പെന്തക്കോസുമായിട്ട്. മർത്തോമക്കാരോ യാക്കോബക്കാരോ ഈ ലോകത്തുള്ള ഒരു ക്രിസ്ത്യാനിയും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെടാതെ അവർ സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളുമായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആ പ്രാവശ്യത്തെ ദുഃഖവെള്ളി പ്രാർത്ഥനയിൽ, ദുഃഖവെള്ളി എന്ന് പറയുന്നത് അത് ഏപ്രിൽ മാസം 6-ാം തീയതിയാണെന്ന് തോന്നുന്നു, 2007 ഏപ്രിൽ മാസം 6-ാം തീയതി. അന്ന് ദുഃഖവെള്ളിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം രാവിലെ 7 മണിക്ക് തുടങ്ങി, വൈകിട്ട് 3 മണിയാവുന്നതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് എല്ലാവരും കഞ്ഞിയെ കുടിച്ച് പോയിട്ട് ഞാൻ മാത്രം പള്ളിയിൽ ശേഷിക്കും. അതെല്ലാ ദുഃഖവെള്ളിയാഴ്ചയും അതെന്റെ ഒരു അവകാശമാണ്. പള്ളിയിൽ തന്നെ ഞാൻ ഇരിക്കും, എന്നിട്ട് കുറെ കഴിഞ്ഞേ പോവുള്ളൂ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ അന്ന് ഈ കുരിശൊക്കെ കബറടക്കി ആരും അവിടെ ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ എനിക്ക് തോന്നി മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞാൻ മുട്ടുകുത്തി. അപ്പോൾ എനിക്ക് വന്ന പ്രാർത്ഥന ഇതാണ്: എൻ്റെ കർത്താവേ, എൻ്റെ അപ്പ, ഞാനൊരു വലിയ കുഴിയിലാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യം വന്നിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് അറിയാൻ കർത്താവേ, എനിക്ക് ഈ കുഴിയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുവാൻ സാധിക്കില്ല. എൻ്റെ അപ്പ, എന്നെ വലിച്ച് ഈ കുഴിയിൽ നിന്ന് നീ പുറത്തിറക്കണമേ. ഈ ഒരു 3 വാചകം പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ്, എൻ്റെ മനസ്സിലൊരു സമാധാനം തോന്നി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ജോലിക്ക് പോയി, എൻ്റെ കാര്യത്തിനായിട്ട് പോയി. പിന്നെ ഞാൻ ആ കാര്യം മറക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി പതിയെ ഞാൻ ഈ എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒക്കെ ആ കാര്യങ്ങൾ കുറച്ച് വന്നു, തിരക്കൊക്കെ കുറച്ച് വന്നു. ഒരു ഡിസംബർ മാസം ആയപ്പോഴേക്ക്, 2007 ഡിസംബർ ആയപ്പോഴേക്ക് എനിക്ക് ഒരു ഇമെയിൽ ലഭിക്കുകയാണ് അബുദാബിയിൽ നിന്ന്. അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക്
എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു അവിടുത്തെ എഞ്ചിനീയർമാരെ പഠിപ്പിക്കുവാനായിട്ട്. ഞാൻ ഒരിടത്തും അപേക്ഷിച്ചിട്ടില്ല. എൻ്റെ പാസ്പോർട്ട് പോലും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അന്നെടുത്ത പാസ്പോർട്ട് അതുപോലെ പൂട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് പുറത്ത് കേരളം വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമില്ല. ഭാരതം വിട്ട് ഞാൻ പോവുകയില്ല. അങ്ങനെയൊക്കെയുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഞാൻ അവരെ തിരിച്ചു വിളിച്ചപ്പോൾ സംഗതി ശരിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളം എന്നോട് പറഞ്ഞു, ഇത് കർത്താവിനാൽ ദൈവത്താൽ ഉളവായിരിക്കുന്ന നിന്നെ ആ കുഴിയിൽ നിന്ന് പുറത്തിറക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു നല്ല അവസരമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലിനിക്കൊക്കെ ഒരു ഡോക്ടറെ ഏൽപ്പിച്ച് പള്ളിയിലെ ഭാരവാഹിത്വവും രൂപതയിലെ ഭാരവാഹിത്വവും ഒക്കെ തിരികെ ഏൽപ്പിച്ചിട്ട് ആരും അറിയാതെ ആ ഡിസംബർ മാസം 24-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിൻ കയറുകയാണ്. അങ്ങനെ 24-ാം തീയതി രാത്രി, എന്ന് വെച്ചാൽ സാധാരണ എല്ലാ വർഷവും ക്രിസ്മസിന്റെ ശുശ്രൂഷയ്ക്ക് പള്ളിയിൽ നിൽക്കുന്ന ആ സമയത്ത് കർത്താവ് എന്നെ അബുദാബിയിൽ ലാൻഡ് ചെയ്യിച്ചു. അങ്ങനെ അബുദാബിയിൽ എന്നെ അവരൊന്ന് പിക്കപ്പ് ചെയ്ത് അടുത്ത ദിവസം മുതൽ 25 രാവിലെ മുതൽ ജോലിക്ക് പോകുവാൻ ആരംഭിച്ചു. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എത്രയും വേഗം അന്വേഷിച്ച് അവിടെ എവിടെ പള്ളി, കത്തോലിക്ക പള്ളി ഉള്ളത്. അങ്ങനെ അബുദാബി സെയിന്റ് തോമസ് കത്തോലിക്ക പള്ളിയിലുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ എല്ലാ കുർബാനകളിലും അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുവാൻ തുടങ്ങി. എൻ്റെ ജോലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഫ്രീ ആണ്. സ്വന്തമായിട്ടൊരു മുറി എടുത്ത് താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞു. 2009 ഡിസംബർ മാസം 9-ാം തീയതി, അന്നൊരു ബുധനാഴ്ചയാണ്, അതൊരു ലോങ് വീക്കെൻഡാണ്. വ്യാഴം, വെള്ളി, ശനി 3 ദിവസം അവധിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറെ കാര്യങ്ങൾ പഠിക്കാം, എന്നുവെച്ചാൽ കുറെ വീഡിയോകൾ കാണാം. ഒറ്റയ്ക്കാണല്ലോ, വേറെ എങ്ങും പോകാൻ ഒന്നും എനിക്കില്ല. അപ്പോൾ നേരെ പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കൊണ്ട് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിക്ക് അവിടെയുള്ള ഒരു കടയിൽ കയറി എനിക്ക് ആവശ്യമായ മദ്യവും ആവശ്യമായ സിഗരറ്റും ഒക്കെ വാങ്ങി വന്ന് എൻ്റെ റൂമിൽ വന്ന് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. റൂമിൽ വന്നിട്ട് ഞാൻ ആ വീക്കെൻഡ് ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ കുപ്പിയൊക്കെ എടുത്ത് വെച്ചു, സിഗരറ്റൊക്കെ എടുത്ത് വെച്ചു, TV ഒക്കെ ഓൺ ചെയ്തിരിക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് വളരെ നേർത്ത എന്നാൽ വളരെ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന ഒരു സ്വരം എന്നോട് മലയാളത്തിൽ പറയുകയാണ്, ആൻസൺ, നീ പാപിയാണ്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. പക്ഷേ അങ്ങനെ ഒരു സംസാരിക്കുവാൻ അവിടെ ആരുമില്ല. ഞാൻ എൻ്റെ മുറി അടച്ചിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് ഒരു തമിഴ് സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിലാണ്. അപ്പോൾ ഞാനത് കാര്യമാക്കിയല്ല, എന്നെ എന്തോ തോന്നലാന്ന് വിചാരിച്ച ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഒരു ആജ്ഞാപിക്കുന്നത് പോലെ കുറച്ചുകൂടെ കർക്കശമായിട്ട് ദൂരെ നിന്നാണ് ഞാനത് കേൾക്കുകയാണ്, അൻസൻ, നിന്റെ പാപം നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. അപ്പോൾ ഞാൻ എടുത്ത വാക്ക്, ഞാൻ പറഞ്ഞില്ലാണ്ട് സ്വഭാവം 1 പറഞ്ഞ 2 പറയുന്നതായിരുന്നു. ഞാൻ എടുത്ത വാക്ക് തിരിച്ചു പറയുകയാണ്, ഞാൻ ഇപ്പോൾ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ടുവന്നതേ ഉള്ളൂ, എന്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെങ്കിലും ഉണ്ട് എന്നെ കാണിച്ചു തരണം. ഇതങ്ങോട്ട് പറയുകയും എന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. കാഴ്ച നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എന്റെ കണ്ണ് തുറന്നോ കണ്ണടച്ചോ ഞാൻ നോക്കുന്നിടത്തെല്ലാം എന്റെ പാപങ്ങളാണ്. മുറിയുടെ 4 ചുറ്റിനും 4 ഭിത്തിയിലും ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ ഒരു 10-12 വയസ്സായപ്പോൾ ഓർമ്മ വെച്ചപ്പോൾ മുതൽ എന്തെല്ലാം ഞാൻ പുരോഹിതനോട് കുമ്പസാരിച്ചോ, എന്തെല്ലാം പാപം ഞാൻ മറന്നോ, എന്തെല്ലാം മറച്ചു വെച്ചോ, ഇതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ആ ക്രമത്തിൽ കാണിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല, കണ്ണടയ്ക്കാൻ പറ്റുകയില്ല. അങ്ങനെ 9, 10, 11 രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അതിഭയങ്കരമായി. എന്ന് വെച്ചാൽ ഞാൻ അന്ന് അത്ഭുത പ്രവർത്തികൾ ചെയ്തതും ഒത്തിരി പേരെ സൗഖ്യമാക്കിയതും ഹിപ്നോട്ടൈസ് ചെയ്തതും ഇതൊക്കെ ഞാൻ കാണിച്ച കാര്യങ്ങളെല്ലാം വരികയാണ്. ഞാൻ മിലിറ്ററിയിൽ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ വന്ന് ഒരു 11 അർദ്ധരാത്രിക്ക് ആയപ്പോഴത്തേക്ക് അത് തീരാറായി. എന്ന് വെച്ചാൽ ആ സമയം വരെയായി. അപ്പോൾ വരെ ഞാൻ എന്തെല്ലാം ചെയ്തു കൂട്ടിയോ, ഞാൻ മദ്യപിക്കുന്നത് ഇതെല്ലാം കാണിച്ചു തന്നു. അപ്പോഴേക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വലിയ ബോധം ഉണ്ടാവുകയാണ്. ആ 3 ദിവസം ഞാൻ ചിന്തിക്കുന്നില്ല, കാരണം ചിന്തിക്കാൻ സാധിക്കില്ല. കണ്ണടച്ചാലോ കണ്ണു തുറന്നാലോ കാണുന്നതെല്ലാം എൻ്റെ പാപങ്ങളാണ്. അങ്ങനെ ഞാൻ നെടുമ്പാടം വീഴുകയാണ്. തറയിലേക്ക് കമന്ന് വീണിട്ട് കർത്താവിന്റെ കാലെ പിടിച്ച് പറയുക, എൻ്റെ കർത്താവെ, എനിക്ക് മനസ്സിലായി ഇത് നീയാണ്, എന്നോട് ക്ഷമിക്കണമേ. അതങ്ങോട്ട് പറയുകയും എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു സമാധാനം വന്നു. ഞാൻ എഴുന്നേറ്റ നിമിഷം എന്താ സംഭവിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വിട്ടോടിപ്പോവുകയാണ്. എൻ്റെ തലയിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്തോ ശക്തികൾ വിട്ടോടിപ്പോയിട്ട് ഞാൻ അങ്ങ് ഭാരമില്ലാതെ പൊങ്ങി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബുദ്ധിയെല്ലാം പോയി. ഞാൻ പഠിച്ചു വെച്ചിരുന്ന വലിയ ഫിലോസഫികളും വലിയ തത്വചിന്തകളും
പഠിച്ചു വെച്ചിരുന്ന സംസ്കൃതവും പഠിച്ചു വെച്ചിരുന്ന അറബിയും പഠിച്ചു വെച്ചിരുന്ന എല്ലാം പോയി. ഞാൻ പഠിച്ചു വെച്ചിരുന്ന ശ്ലോകങ്ങളൊക്കെ മറന്നു. എന്നിട്ട് ഒന്നുമില്ലാത്ത വെറും ശൂന്യമായ ഒരു വട്ടപൂജ്യമായിട്ട് ആ രാത്രിയിൽ മാറുകയാണ്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ കർത്താവ് തൊട്ട് കഴിഞ്ഞു, എന്നെ കർത്താവ് നന്നാക്കി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ആ അടുത്ത പടി ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ വാങ്ങി വെച്ചിരുന്ന മദ്യവും സിഗരറ്റും വാങ്ങി വെച്ചിരുന്ന ഭക്ഷണങ്ങളും അതുപോലെ എൻ്റെ അലമാരിയിൽ ഉണ്ടായിരുന്നതായ രൂപങ്ങളും പ്രാർത്ഥന ജപമാലയും അതുപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഇതെല്ലാം കൂടെ ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടി ആ രാത്രിയിൽ തന്നെ കൊണ്ട് കച്ചറ ഡ്രമ്മിനകത്തേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് മടങ്ങി വന്ന് മുറിക്കാതെ വന്നപ്പോൾ അടുത്ത ചിന്ത എൻ്റെ ഉള്ളിൽ വരികയാണ്, സ്നാനപ്പെടണം. എനിക്ക് വേറെ ആരുമായിട്ടും എനിക്കൊന്നും അറിയില്ല അതേക്കുറിച്ച്. ഈ സ്നാനപ്പെടണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. പക്ഷെ അപ്പോഴേക്ക് അടുത്ത ചിന്തയാണ്, എനിക്ക് പെട്ടെന്ന് സ്നാനപ്പെടണം. എനിക്കാണെങ്കിൽ ആരെയും അറിയുകയില്ല. ഞാൻ എന്ത് ചെയ്തു, ഇത് കേട്ടാൽ പലർക്കും ചിരിക്കാൻ തോന്നുന്നു. ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ കയറി ബാത്ത് ടബ് നിറച്ചു വെച്ചു. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവ് എന്നെ സ്നാനപ്പെടുത്തണം, എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ കുറെ നേരം അങ്ങനെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു. പിന്നെ സമാധാനം തോന്നി, വന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട് എഴുന്നേറ്റത്. അടുത്തൊരു സ്വപ്നം. ആ സ്വപ്നത്തില് കമ്പനിയിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. എന്റേതല്ലാത്ത ഒരു കാരണത്താൽ, ഞാൻ അതുമായിട്ട് ഒന്നും ബന്ധപ്പെട്ടതല്ല, എന്നെ ഒരു വല്ലാത്ത കുരുക്കിൽപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ ആ സ്വപ്നത്തിന്റെ അവസാനം ഞാൻ റിസൈൻ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. രാവിലെ എനിക്കപ്പോൾ ഭയങ്കര വിശ്വാസമായി. ഞാൻ രാവിലെ ഓഫീസ് ചെന്നപ്പോൾ ആദ്യം ചെയ്യുന്നത് എൻ്റെ റെസിഗ്നേഷൻ ഫോം എഴുതുകയായിരുന്നു. അത് ഫില്ലപ്പ് എല്ലാം ചെയ്ത് ഒരു റെസിഗ്നേഷൻ ഫോം വാങ്ങി അത് ഫില്ലപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചു. ആ കൃത്യസമയമായപ്പോൾ ആ പ്രശ്നം, ഞാൻ സ്വപ്നത്തിൽ കണ്ട പ്രശ്നം അതുപോലെ കമ്പനിയിൽ ഉണ്ടായി. ആ പ്രശ്നങ്ങളുടെ എല്ലാം അവസാനം ഞാൻ എൻ്റെ ഈ റെസിഗ്നേഷൻ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, സർ ഞാൻ പോവുകയാണ്, ഞാനിപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് MBA കംപ്ലീറ്റ് ചെയ്യണം, ഞാൻ പോവുകയാണ്, ഞാൻ മതിയാക്കി പോവുകയാണെന്ന് പറഞ്ഞ് കൊടുത്തു. അദ്ദേഹം എന്നെ വളരെ പ്രലോഭിപ്പിച്ചു. അതുപോലെ എന്ത് പറഞ്ഞ ശമ്പളം കൂട്ടി തരുവാൻ, പ്രൊമോഷൻ തരുവാൻ ഒക്കെ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ഞാൻ ആ തീരുമാനം എടുത്ത് അങ്ങനെ അബുദാബിയിൽ നിന്ന് 2010 ജാനുവരി 10 നാട്ടിലേക്ക് വരും. അപ്പോൾ അതിനു മുന്നേ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, ഇവരുടെയൊക്കെ പാസ്പോർട്ട് എടുപ്പിച്ചിട്ട് ഇവരെ അബുദാബിയിൽ കൊണ്ടുവന്ന്, എൻ്റെ വൈഫ് ടീച്ചറാണ്, അപ്പോൾ അബുദാബിയിൽ ഒരു സ്കൂളിൽ ജോലിയും എൻ്റെ മക്കൾക്ക് അവിടെ പഠിക്കുവാനുള്ള എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടവനായിട്ട്, മാറ്റപ്പെട്ടവനായിട്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിൽ ഭയങ്കര വിഷമമായി. കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ പോകുന്ന ഒരു കുടുംബത്തിന്, പള്ളിയുമായിട്ടൊക്കെ വളരെ അടുത്ത് പോകുന്ന കുടുംബത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് മാത്രമല്ല, അവരുടെ ആ മോഹങ്ങളെല്ലാം തകർക്കപ്പെടുകയാണ് ആ സമയത്ത്. അതുകൊണ്ട് ഭവനത്തിലും അതുപോലെ പള്ളിയിലും നാട്ടിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി, അനവധിയായ പ്രയാസങ്ങൾ. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്തുവെന്ന് മാത്രം ഞാൻ പറയുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2010 മെയ് മാസത്തില് ഞാൻ പള്ളിയിൽ ചെന്ന് പറഞ്ഞു, ഇനി ഞാൻ പള്ളിയിലേക്ക് വരില്ല. അങ്ങനെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ദേവദാസൻ, ഒരു പാസ്റ്റർ ജോൺസൺ CJ അവറുകൾ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. ഫെബ്രുവരി മാസത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം പാസ്റ്ററെ. പക്ഷേ വലിയ പ്രയാസം ഉണ്ടായിട്ട് സ്നാനപ്പെടുവാൻ സാധിച്ചില്ല. ആ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ സ്നാനക്കുളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അത് സാധിച്ചില്ല ആ സമയത്ത്. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദേവദാസ വിഷമിക്കേണ്ട, കർത്താവ് ആ സമയമാകുമ്പോൾ നമുക്ക് അതിന്റെ സാഹചര്യം ഒരുക്കിത്തരും. അങ്ങനെ ആ സ്നാനം എന്നുള്ള കാര്യം ഞാൻ പതിയെ എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് മാറി. കാരണം ഞാൻ ഈ ദേവദാസനോട് ചേർന്ന് പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മെയ് മാസത്തിൽ ഞാൻ പള്ളിയിൽ ഒരു ഞായറാഴ്ച ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഇനി പള്ളിയിലേക്ക് വരുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഈ എൻ്റെ ഭാര്യയെയും മക്കളെയും നിർബന്ധിച്ച് ഞാൻ പള്ളി കൊണ്ടുപോകായിരുന്നു. പള്ളി കൊണ്ടുപോയി അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിച്ചു. ഞാൻ അതിനൊരിക്കലും എതിര് നിൽക്കുകയോ അവരെ ഞാൻ സഹായിച്ച കാര്യത്തിൽ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മെയ് മാസം ഒരു പകുതി ആയപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടായത്. എൻ്റെ അന്ന് മകന് 2.5 വയസ്സാണ്. ശരീരം മുഴുവൻ അതിഭയങ്കരമായ തീപ്പൊള്ളൽ പോലെ ഇങ്ങനെ കുമിളിച്ചു വന്നിട്ട് കുഞ്ഞിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ. എന്നാലാവുന്ന ചികിത്സയും മരുന്നൊക്കെ ഞാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ കോഴഞ്ചേരി ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അവരല്ലാവുന്നതെല്ലാം ശ്രമിച്ചു, ധാരാളം ആന്റിബയോട്ടിക്കുകളൊക്കെ നോക്കി. എൻ്റെ കയ്യിലെ പണം മുഴുവൻ തീർന്നു, അല്ലാതെ അതിനൊരു മാറ്റവും വന്നില്ല. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങിയിട്ട്, അപ്പോഴത്തേക്ക് ഭയങ്കര പറച്ചിലായി. പള്ളിയിൽ നിന്ന് വിട്ടുകൊണ്ടാണ്, മാതാവിന്റെ കോപം, അങ്ങനെ ധാരാളം പറച്ചിൽ അവിടെ ഉണ്ടായി. അതൊന്നും കാര്യമാക്കാതെ പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്ന് കണ്ടു, അവർ പലരും ഗുണഘോഷിച്ചു. അതൊന്നും കാര്യമാക്കാതെ കുഞ്ഞിനെ കൊണ്ട് ഭവനത്തിൽ വന്ന് വിശ്വാസത്തോടെ കുഞ്ഞിനെ കട്ടിൽ കിടത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി.
ആ പ്രാർത്ഥന മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഭാര്യയും പ്രാർത്ഥനയ്ക്കായിട്ട് കൂടെ ചേർന്നു, മകളും കൂടെ ചേർന്നു. അങ്ങനെ മകൾക്ക് മകനെക്കാട്ടിൽ ഏകദേശം 10 വയസ്സ് മൂപ്പുണ്ട്, അവൾക്ക് അന്ന് ഏകദേശം 10-12 വയസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുഞ്ഞിന്റെ ഈ മുറിവുകളൊക്കെ കരിയുവാൻ തുടങ്ങി, ശ്വാസമൊക്കെ നേരെയായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ കുഞ്ഞ് ഭയങ്കര ശബ്ദത്തോടെ ശ്വാസമെടുത്ത് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ കുഞ്ഞ് മരിക്കാൻ തുടങ്ങുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം എനിക്ക് ഈ പറഞ്ഞതുപോലുള്ള വലിയ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ശുശ്രൂഷയൊന്നും അറിയില്ല. ഞാനൊരു ശിശുവാണ്, ഈ കാര്യത്തിലേക്ക് ഒരു ശിശുവാണ്. പക്ഷെ എന്തുകൊണ്ടോ ഉള്ളിലൊരു ധൈര്യം പോലെ വന്നു, ഉള്ളിലൊരു ചിന്ത വന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ. അതുവരെ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ നിമിഷം കുഞ്ഞിന്റെ ശ്വാസം നേരെയായി. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഇരുട്ടത്താണ്, ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. സംഭവിച്ചത് ഈ കുഞ്ഞിന്റെ കഴുത്തിൽ പിടിച്ചിരുന്നതായ ഒരു മനുഷ്യരൂപം, ഒരു കറുത്തിരണ്ടതായ കൈയും കാലും ഒക്കെ ഒരു മനുഷ്യരൂപം ആ പിടിപെട്ടിട്ട് നേരെ എന്നെ ആക്രമിച്ച് എന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചു. ഞാൻ കണ്ണു തുറന്ന് കാണുകയാണ്. ഞാൻ ഈ രൂപവുമായിട്ട് മൽപ്പിടുത്തം തുടങ്ങി അതിഭയങ്കരമായിട്ട്, യേശുവിന്റെ രക്തം മാത്രം പറഞ്ഞുകൊണ്ട്. അങ്ങനെ മൽപ്പിടുത്തം നടത്തി, ഭയങ്കര ശക്തമായിട്ട് മൽപ്പിടുത്തം നടത്തി കുറെ. ഞാൻ എങ്ങനെയോ എന്റെ ഫോൺ എടുത്ത് പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി ഏകദേശം 2 മണിയൊക്കെ ആയി. പാസ്റ്റർ ക്ഷീണിച്ചുറങ്ങുകയായിരുന്നു, എവിടുന്നോ കൺവെൻഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയും എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുക, ഭാര്യയും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ മൽപ്പിടുത്തം നടത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഭാര്യയ്ക്ക് രൂപം കാണില്ല, പക്ഷെ എനിക്ക് രൂപം കാണാം. അങ്ങനെ കുറെ സമയം മൽപ്പിടുത്തം പ്രാർത്ഥിച്ച്, യേശുവിന്റെ രക്തത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിച്ച് ഈ രൂപം തളർന്ന് പെട്ടെന്ന് ഓടിപ്പോവുകയാണ് എന്നെ വിട്ടിട്ട്. ആ നിമിഷം എൻ്റെ കുഞ്ഞ് ശാന്തമായിട്ടുറങ്ങി. അന്ന് ലഭിച്ചതായ സൗഖ്യം ഇന്നും എൻ്റെ കുഞ്ഞിലുണ്ട്. അവന് ഇന്നിപ്പോൾ 15 വയസ്സുണ്ട്, 14-15 വയസ്സ്. ദൈവം കർത്താവ് ബലത്തോടെ നടത്തുന്നു, ഒരു രോഗവുമില്ലാതെ അവനെ നടത്തുന്നു. അപ്പോൾ അത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കൊക്കെ ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടാകുവാൻ ഇടയായി. അങ്ങനെ അവരുടെ എതിർപ്പുകളൊക്കെ കുറച്ച് കുറഞ്ഞു വന്നു, മുന്നോട്ട് പോയി. സെപ്റ്റംബർ മാസമായി. അതിനു മുമ്പ് ഞാനൊരു ദർശനം, അത് സെപ്റ്റംബർ കഴിഞ്ഞിട്ടാ, സെപ്റ്റംബർ മാസം വന്നു. സെപ്റ്റംബർ 14-ാം തീയതി ഞാൻ ഭാര്യയെയും കുഞ്ഞിനെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് മടങ്ങി സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരു അപരിചിതനായ ഒരു വ്യക്തി ഓടി എൻ്റെ നേരെ കൈ ചൂണ്ടി സ്കൂട്ടർ നിർത്തുമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ചൂണ്ടിട്ട് പറയുകയാണ്, ഗൾഫിൽ നിന്ന് എൻ്റെ വേലക്കായിട്ട് നിന്നെ ഞാൻ കൊണ്ടുവന്നു, നീയോ സ്നാനപ്പെടാതെ മുങ്ങി നടക്കുന്നു, വേഗം പോയി സ്നാനപ്പെട്ടണം. ഞാൻ അപ്പോഴാണ് ഈ സ്നാനപ്പെട്ടിട്ടില്ലെന്നുള്ള ചിന്തയുടെ ഉള്ളിൽ. അതുപോലെ ഞാൻ മറന്നുപോയി, കാരണം ജീവിതത്തിന്റെ പല വഴിത്തിരികളിൽ അതൊക്കെ ഞാൻ മറന്നുപോയി. അതുമാത്രമല്ല, ദേവദാസനുമായി ചേർന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ പോകുന്നു. ആ സഭയോട് ഞാൻ ചേർന്ന സഭയിലെ കാര്യങ്ങളിലെല്ലാം അങ്ങ് വ്യാപൃതനായി. പക്ഷേ ഈ സ്നാനം എന്ന കാര്യം എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. എന്നിട്ട് ഈ പറഞ്ഞിട്ട് ആ ദേവദാസനെ ഓടിപ്പോവുക, നിൽക്കുകയല്ല. ഞാൻ അദ്ദേഹത്തെ പോയി വിളിച്ച് എൻ്റെ സ്കൂട്ടറെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഏതാ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ പേര് മാർക്കോസ്, ഞാൻ പണ്ട് ഗോപാലകൃഷ്ണനായിരുന്നു. ഞാൻ ചെങ്ങന്നൂര് ക്രിസ്ത്യൻ കോളേജിന്റെ എതിരായിട്ടുള്ള ഒരു ഭവനത്തിൽ 16 വർഷം ചങ്ങലയിൽ കിടന്ന ഒരു ഭ്രാന്തനായിരുന്നു, മാനസിക രോഗിയായിരുന്നു. വഴിയെ പോയ ഒരു ദേവദാസൻ വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗസൗഖ്യമായി. ചങ്ങല അഴിച്ചുകൊണ്ടുപോയി കുമരകത്ത് സ്നാനപ്പെട്ട് കഴിഞ്ഞ നിമിഷം മുതൽ, ഇദ്ദേഹത്തിന് എഴുത്തും വായനയൊന്നും അറിയില്ല, പക്ഷെ സ്നാനപ്പെട്ട നിമിഷം മുതൽ 31 മുതൽ വെളിപ്പാട് 22 വരെ വള്ളിപ്പുള്ളി തെറ്റാതെ അദ്ദേഹം കാണാതെ വിളിച്ചു പറയും. ഇത് പറഞ്ഞുകൊണ്ടാ സാക്ഷി, ഇത് പ്രവചനങ്ങൾ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ പ്രാർത്ഥനയൊക്കെ യാത്രയാക്കി. അത് കഴിഞ്ഞ് ഞാൻ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അത് ഏകദേശം ഒരാഴ്ച എടുത്തു ആ സ്നാനം നടക്കുവാനായിട്ട്. കാരണം രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റൂ, പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഞങ്ങള് സെപ്റ്റംബർ 21-ാം തീയതി, അന്ന് വേൾഡ് പീസ് ഡേ, എനിക്കത് അറിയില്ലായിരുന്നു ആ കാര്യം. എനിക്ക് അടുത്ത ദിവസം രാവിലെ സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ മൊബൈൽ ഒന്ന് ലൈറ്റിന് വേണ്ടി ഓൺ ചെയ്തപ്പോഴാണ് ആ മൊബൈലിന്റെ സ്ക്രീനിൽ വന്നത് ഈ ഒരു പ്രാവ് ഇല കടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാവുന്ന അന്ന് വേൾഡ് പീസ് ഡേ ആണെന്ന്, 2010 സെപ്റ്റംബർ 21. അപ്പോൾ ഞങ്ങള് പ്ലാൻ ചെയ്തു, അന്ന് പാതിരാത്രിയിൽ 20-ാം തീയതി വൈകിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അന്ന് പാതിരാത്രിയിൽ എഴുന്നേൽക്കുന്നു, കൂരിരുട്ടിൽ എഴുന്നേൽക്കുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അമാവാസി, അന്ന് വെളിച്ചമില്ല. ആരും അറിയാതെ രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്തു വരുന്നു. അങ്ങനെ ഞങ്ങൾ ദൂരെ ഒരിടത്ത് കുറിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട്, അവിടെ ഒരു കയമുണ്ട് പമ്പയാറിന്. അവിടെ അങ്ങനെ അധികം ആരും പോകുന്ന സ്ഥലമല്ല, അവിടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആരും കാണാതെ അവിടെ ഇറങ്ങിയിട്ട് സ്നാനപ്പെട്ടിട്ട് മടങ്ങി വരുന്നത്. അങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ട് ഞങ്ങള് ഏകദേശം ഒരു
3 മണിയോളമായി. ഞങ്ങൾ ആരും അറിയാതെ എഴുന്നേറ്റ് രണ്ടുപേരും വീട് തുറന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ പതിയെ വെള്ളത്തിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഇരുട്ടില് കുറിയന്നൂർ സ്ഥലത്തേക്ക് പോയി ബൈക്ക് കരയ്ക്ക് വെച്ചിട്ട് പതിയെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വെള്ളം ഇട്ടിരിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തു, എനിക്കൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ആ ക്ലിനിക്കിൽ വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വെള്ളം ഇട്ടുണ്ടാണ് പോകുന്നത്. അങ്ങനെ ദേവദാസൻ കരയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇത് പരസ്യമായിട്ട് ചെയ്യേണ്ടതാണല്ലോ, ഞങ്ങൾക്കത് സാധിക്കുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ്, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദേവദാസൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുകയും ദൂരേന്ന് ഒരു ശബ്ദം കേൾക്കാം, ചാടരുതേ എന്ന്. എന്നിട്ട് ഒരാൾ ഓടി വരികയാണ്. അപ്പോൾ ഈ ആൾ ഓടി അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയല്ല, സ്നാനപ്പെടുകയാണെന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഞങ്ങളുടെ കൂടി അദ്ദേഹം അത് സാക്ഷിയായി അവിടെ നിന്നു. ഞാൻ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് വെള്ളത്തിൽ നിന്ന് കയറി വന്ന് മുട്ടുകുത്തിയപ്പോൾ ഈ മനുഷ്യനും, അദ്ദേഹത്തിന്റെ പേര് തോമസ് എന്നാണ്, ഈ മനുഷ്യനും അവിടെ ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തി. അങ്ങനെ ഞങ്ങളോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം അവിടെ ആ സ്ഥലത്തെ ഒരു മേസ്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ കൂടെ ആ ദേശം മുഴുവൻ അറിഞ്ഞു അൻസൻ സ്ഥാനപ്പെട്ടെന്നുള്ളത്. നല്ലൊരു കാര്യമാണ്. കർത്താവ് ഒരുക്കുന്ന വലിയ വഴികളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ വഴികൾ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സ്നാനപ്പെട്ട് മടങ്ങി വന്നു. ഒന്നും അറിയാത്തതുപോലെ ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ കയറി കിടന്നു ഉറങ്ങി. ആർക്കും മനസ്സിലായില്ല ഞാൻ സ്നാനപ്പെട്ടത്. പക്ഷേ കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ സ്നാനപ്പെട്ടോ, നിങ്ങൾ വലിയ മാറ്റങ്ങൾ കാണുന്നല്ലോ. അതിലൂടെ ഒരു ദൂത് ദൈവമക്കളുടെയും പറഞ്ഞു കൊള്ളട്ടെ, സ്നാനപ്പെട്ട ഒരുത്തനെ ഒരു അവിശ്വാസിയാണെങ്കിലും കണ്ടാൽ മനസ്സിലാകണം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം നമ്മളൊരു പുതിയ വ്യക്തിയായിട്ടാണ് കർത്താവിൽ വിശ്വസിക്കുമ്പോഴേ നാം പുതിയ വ്യക്തി ആയിരിക്കണം. പക്ഷേ സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ മരിച്ച പാപ ജഡത്തെ ശവസംസ്കാരം നടത്തുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ അതിന്റെ ഒരു അംശവും നിൽക്കാൻ പാടില്ല. ഇതൊരു ദൂതായിട്ട് ദൈവമക്കൾ ഏറ്റെടുത്തോണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഏതൊരു വ്യക്തിക്കും പറയുവാൻ കഴിയണം, ഇവനിൽ എന്തോ മാറ്റമുണ്ടെന്ന്. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ സെപ്റ്റംബർ കഴിയുന്നു. ഒക്ടോബർ മാസത്തില് ഞാനൊരു ദർശനം കാണുകയാണ്. കാരണം അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു, എൻ്റെ കയ്യിലുള്ള പണമൊക്കെ കംപ്ലീറ്റ് തീർന്നു. ഞാൻ ഈ ഗൾഫിൽ ജോലി ചെയ്ത് കിട്ടിയത് തീർന്നു. എനിക്ക് മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ പെൻഷൻ മാത്രമാണ് ഉള്ളത്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയും മകള് പഠിച്ചിറങ്ങുകയാണ്, മകളെ എന്തെങ്കിലും പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭാരം എൻ്റെ ഉള്ളിൽ വന്നു. എനിക്ക് ആരോടും പറയുവാനില്ല. ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഒരു 40 ദിവസം ഉപവാസം അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിനുവേണ്ടിയല്ല, ഒരു ആത്മീയമായ വിലാപരമാണ്. പക്ഷെ അതിനു മുമ്പ് ഈ ഒക്ടോബറിൽ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ്, എനിക്ക് വഴി തുറക്കണമേ, എനിക്ക് ആരോടും പറയുവാനില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളല്ലോ ചോദിക്കുവാൻ, ഞാൻ ആരോട് ചോദിക്കും? ഇടയ്ക്കൊക്കെ ഈ ഒരു വാക്ക് പ്രാർത്ഥന, കർത്താവേ, എനിക്ക് വഴി തുറക്കണമേ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം ഈ രാത്രിയിൽ ഉറങ്ങി വെളുപ്പിനെ എഴുന്നേറ്റു. ഞാനിങ്ങനെ ഉണർന്നു കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഈ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. ഒരു പകുതി മയക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ദർശനം കാണുകയാണ്. അതൊരു സ്വപ്നമല്ല, ശരിക്കും ഒരു ദർശനമാണ്. നല്ല പകൽ വെളിച്ചത്തിൽ എന്ന പോലെ ഈ ദർശനം ഞാൻ കാണുന്നത് വളരെ ദൂരെയുള്ള ഉയർന്ന ഒരു മലയാണ്, ഒരു കുന്നാണ്. അപ്പോൾ ആ കുന്ന് എനിക്ക് നേരെ അടുത്ത് കാണാം. ഞാൻ ദൂരെയാണ് നിൽക്കുന്നത്, പക്ഷേ ആ കുന്നിന്റെ മുകളിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അടുത്ത് സ്പഷ്ടമായിട്ട് കാണാം. ഒരു മരക്കുരിശ്, ഏകദേശം ഒരു പച്ചമരമാണ്, അതുകൊണ്ടാക്കിയ ഒരു കുരിശ. ആ കുരിശിന്റെ മേൽ ഒരു യുവാവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. ദേഹം മുഴുവൻ ചോര ഒലിക്കുക എന്ന് പറഞ്ഞാൽ അടികൊണ്ട് ചോര ഒലിക്കുകയാണ്. എനിക്ക് വ്യക്തമായിട്ട് ചോരയിൽ ഒഴുകുന്ന കാണാം. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുകയല്ല. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, ആ കുരിശ് ആഴത്തിൽ ഇങ്ങനെ ശക്തിയോടെ തിരിക്കുകയാണ് ചെയ്യുന്നത്. തിരിക്കുവാൻ ശ്രമിക്കുക, അമർത്തുവാൻ ശ്രമിക്കുക. ഞാനപ്പോൾ കുരിശിന് താഴേക്ക് നോക്കിയപ്പോൾ ഒരു മുതല പോലെ ഒരു ജന്തുവിന്റെ തലയിലാണ് ഈ കുരിശ് അടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കുരിശിൽ കിടക്കുന്ന ആള് ഈ ജന്തുവിന്റെ തല ചതയ്ക്കാൻ നോക്കുക, ചതച്ചതിനെ കൊല്ലാൻ നോക്കുക. അപ്പോൾ ഇതിന്റെ വാല് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ വാലിന്റെ അഗ്രം എന്ന് പറയുന്ന ഒരു പെരുമ്പാമ്പിന്റെ ഭയങ്കര തലയാണ്, ഒരു പാമ്പിന്റെ തലയാണ്. അതിങ്ങനെ വാ പൊളിച്ച് എന്നെ കൊത്താനായിട്ട് വരികയാണ്. എന്നെ അതിന് കൊത്തണം. അപ്പോൾ കുറെ നേരം ഇങ്ങനെ ചെയ്തപ്പോൾ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഭയം തോന്നി. കുറെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായിട്ട് ഈ ജന്തു ചാവുകയാണ്. ഇതിന്റെ വാലൊക്കെ അടങ്ങി എല്ലാം ശാന്തമായി കഴിഞ്ഞ് ഈ കുരിശി കിടക്കുന്ന മനുഷ്യനൊന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് എന്റെ നേരെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാണുന്ന അദ്ദേഹത്തിന്റെ മുഖമാണ്. ഒരു കണ്ണ് മുഴുവൻ തകർന്നിരിക്കുക, മുഴുവൻ ചോരയാ. രണ്ടാമത്തെ കണ്ണിന്റെ ആ കൺപീലിയിലൂടെ ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
ആ ഒരു കണ്ണിലൂടെ എന്നെ ഇങ്ങനെ അപ്പോൾ ഒന്ന് നോക്കി എന്നെ ചിരിച്ചപ്പോൾ ഞാൻ ആ പല്ല് കണ്ട് പല്ലൊക്കെ ചോരയിൽ കുതിർന്നിരിക്കുക. എന്നിട്ട് എന്നോട് വളരെ ശാന്തമായിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് വലിയ 2 ചിറക് തരുന്നു. ഏതോ ഒരു ഭാഷയിലാണ് പറയുന്നത്, എനിക്കത് മലയാളത്തിൽ കേൾക്കാം. ഞാൻ നിനക്ക് വലിയ 2 ചിറക് തരുന്നു. അങ്ങനെ പറയുകയും ഈ ദർശനം പൂർണ്ണമായിട്ട് നിന്നു പോവുകയും ഞാൻ ചാടി എഴുന്നേക്കും കൂടെ ഞാൻ ദൈവത്തിന് സ്തുതി പറഞ്ഞു. എനിക്കൊരു അർത്ഥമൊന്നും മനസ്സിലായില്ല. പിന്നെയും മുന്നോട്ട് പോയി. അങ്ങനെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നു. 2011 ആയപ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവളും മകളും അവര് വിശ്വാസ സ്നാനം സ്വീകരിച്ചു, എന്നോട് ചേർന്നു. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയത്, 2010 ഡിസംബറിൽ എന്നെ തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പള്ളിക്കാരും വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് 25 ദിവസത്തെ ജപമാല യജ്ഞവും ഉപവാസവും നടത്തി. അതിലൊന്നും കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മകളും അവർക്ക് കാര്യം മനസ്സിലായി, ഇദ്ദേഹം പിടിച്ചിരിക്കുന്ന കർത്താവാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലായി. അങ്ങനെ അവര് കർത്താവിനെ സ്വീകരിച്ചു. ഞങ്ങൾ ഇക്കാര്യം ദേവദാസനോട് പറഞ്ഞു. അങ്ങനെ 2011 മാർച്ചിൽ അവർ സ്ഥാനപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ദർശനം കാണുന്നത്. പിന്നെ മുന്നോട്ട് പോയി 2013 ജൂൺ മാസത്തിൽ എനിക്ക് ഒരു ആത്മനിയോഗം ഉണ്ടായി, ഒരു പൂർണ്ണ ഉപവാസത്തിൽ ഇരിക്കുവാനായിട്ട്. 2013 ജൂൺ മാസത്തിൽ അങ്ങനെ ഒന്നും കഴിക്കാതെ, ഭക്ഷണം ഒന്നും കഴിക്കാതെ, വിശക്കുമ്പോൾ പച്ചവെള്ളം മാത്രം കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 21 ദിവസം ഉപവസിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ആ 21 ദിവസം എനിക്ക് വീണ്ടും ഒരു ദർശനവും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞ് അതുവരെ ഞാൻ ഈ ശബ്ദം കേൾക്കുന്നില്ല. എന്നോട് ഈ 2009 എന്നോട് സംസാരിച്ച ശബ്ദം ഞാൻ പിന്നെ കേട്ടിട്ടില്ല. കർത്താവിന്റെ സ്വരം ഞാൻ പിന്നെ കേട്ടിട്ടില്ല, എന്നുവെച്ചാൽ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷേ 2013 ജൂലൈ മാസം 19 തീയതി ഞാൻ വൈകുന്നേരം എൻ്റെ ക്ലിനിക്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അതേ സ്വരം, ഞാൻ 2009 കേട്ട അതേ സ്വരം എന്നോട് സംസാരിക്കുകയാണ്. നിന്നെ ഞാൻ എന്റെ വേലയ്ക്കായിട്ട് കൊണ്ടുവന്നേ, പക്ഷേ നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവ് വേലയെ ചെയ്യുന്നേ. ഞാൻ എപ്പോഴും സഭാകാര്യങ്ങൾ, എനിക്ക് വേറെ ഒന്നുമില്ല. സഭയും സുവിശേഷം പറച്ചിലും സഭയും സുവിശേഷം പറച്ചിലും വരുന്ന വെച്ചാൽ എന്റെ ക്ലിനിക്കിൽ വരുന്നതോട് സുവിശേഷം പറയുക, സഭയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, അല്ല, ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്റെ വയലിൽ അധ്വാനിക്കാൻ വേണ്ടിയാണ്. വയലെന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളണം, നീ പുറത്തിറങ്ങണം, എല്ലാം വിട്ട് പുറത്തിറങ്ങിയേ പറ്റൂ. എന്നിട്ട് എനിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നു വ്യക്തമായിട്ട്. അതെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഡയറിയിലെല്ലാം എഴുതിയിട്ടുണ്ട്. കുറേ സമയമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ദേവദാസനടുത്ത് എന്ന് പറഞ്ഞ, ദേവദാസ, ഞാനിങ്ങനെ കർത്താവിനോട് വീണ്ടും സംസാരിച്ചു, എനിക്ക് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ 2013 ജൂലൈ മാസം ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ട്രാക്ട് അച്ചടിച്ച് അതുമായിട്ട് ആ ദേശത്ത് സുവിശേഷ പ്രവർത്തനത്തിന് വഴിയിൽ നടന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുന്ന ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഇറങ്ങുകയും കർത്താവ് ഞങ്ങളെ അതിനുവേണ്ടി ബലപ്പെടുത്തുകയാണ്. പത്തനംതിട്ട ജില്ല മുഴുവൻ ഒരു പ്രത്യേകമായ രീതിയിൽ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് എന്തെല്ലാം ആ ദൂതിലൂടെ എന്നോട് പറഞ്ഞോ അത് പൂർത്തീകരിച്ചു. അങ്ങനെ ഏകദേശം നവംബർ ആയപ്പോഴത്തേക്ക് യാദൃച്ഛികമായിട്ട് ഞാൻ ഒരിടത്തുനിന്ന് വരുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന എന്നുള്ള ബോർഡ് കാണുകയാണ്. അവിടുത്തെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഇനി ഒരിക്കലും ഒരു ജോലിക്ക് പോവുകയോ ഒന്നും ചെയ്യുകയല്ല, എന്ത് സംഭവിച്ചാലും ഞാൻ പൂർണ്ണ സമയ സുവിശേഷനായി തന്നെ ഇരിക്കും, പട്ടിണി കിടക്കേണ്ടി വന്നാലും ഞാൻ ആരോടും ചോദിക്കുകയില്ല. അങ്ങനെ ഉറച്ച തീരുമാനം എടുത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് ധാരാളം ജോലി സാധ്യതകൾ വന്നിട്ട് ഞാൻ ഒന്നിനും പോയില്ല, എല്ലാം ഞാൻ നിരാകരിച്ചു കളഞ്ഞു. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ അങ്ങ് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന. അന്ന് 6ാം ദിവസമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ദേവദാസനോട് പറഞ്ഞ് വചന ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വചന ശുശ്രൂഷിച്ചു. അടുത്ത ദിവസം അവിടെ ചെല്ലണമെന്നും അടുത്ത ദിവസത്തെ ഉപവാസ പ്രവർത്തനം 7ാം ദിവസം അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലണമെന്ന് എന്നെ നിർബന്ധിച്ചു. ഞാൻ അങ്ങനെ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കാൻ ചെല്ലുക ഉച്ച സമയത്ത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ വരുവാനുള്ള ദേവദാസന് വളരെ താമസിച്ച് വന്ന് കയറിയതുള്ളൂ. ഞാൻ എന്നെക്കാട്ടി കുറച്ച് മുമ്പ് അദ്ദേഹം വന്നതേ ഉള്ളൂ. ഞാനൊരു കോർണറിൽ പോയിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. ഒരു അരമണിക്കൂറോളം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്രസംഗം നിർത്തിയിട്ട് കണ്ണടച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരാളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു, നിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നെ വേലയ്ക്കായിട്ട്. എന്നിട്ട് കുറെ കാര്യങ്ങള് എന്ത് വെച്ചാൽ ഞാൻ അവസാനം വാങ്ങിയ ശമ്പളം വരെ, ഞാൻ റിസൈൻ ചെയ്തപ്പോൾ കിട്ടിയ ശമ്പളം വരെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്നെ കുറിച്ചാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, നീ എവിടെ നിന്ന് ഇവിടെ വന്നോ അവിടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്.
നിന്റെ വേലയ്ക്ക് വേണ്ടിയല്ല, എന്റെ വേലയ്ക്ക് വേണ്ടി. ഇത് പറയുക ഞാൻ എന്റെ ഹൃദയത്തിൽ അത് അങ്ങേരെടുത്തു. പിന്നെ അദ്ദേഹം പ്രസംഗം തുടർന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ദേവദാസനടുത്ത് എന്നിട്ട് പറഞ്ഞു, ദേവദാസ എന്നെ കുറിച്ച് ആ ദൂത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, എന്നോട് കർത്താവ് വിളിച്ചു പറയാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞു താങ്കളെ കുറിച്ചെങ്കിലും നല്ലത്, ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞ് അദ്ദേഹം പോയി. പക്ഷെ ഞാൻ ഭവനത്തിൽ മടങ്ങി വന്ന് ഞാൻ ആരുടെ കാര്യം പറഞ്ഞില്ല. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ അബുദാബിയിൽ നിന്ന് യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വേറെ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവരൊരു ജോലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആ വ്യക്തി എന്ത് ചെയ്താൽ വരുന്നില്ല. അദ്ദേഹത്തെ നിർബന്ധിക്കണം. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് നിർബന്ധിച്ച ജോലിക്ക് വിടണം. കാരണം അവര് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വേക്കൻസിയാണ്. അപ്പോൾ ഞാൻ ഈ മനുഷ്യനെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. റിലയൻസിൽ എഞ്ചിനീയറാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഈ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ നിനക്കൊന്ന് വന്നിട്ട് പോകാമോ, ജസ്റ്റ് ഒന്ന് വന്ന് അവിടെ ഇരുന്നിട്ട് പതിയെ പൊക്കോ, ഞങ്ങൾ അപ്പോഴത്തേക്ക് കാര്യങ്ങൾ ചെയ്യാം, കാരണം നീ ജോലിക്ക് വരില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു, കാരണം ഞാൻ ഈ ദൂത് കേട്ടല്ലോ, സമ്മതിച്ചു. അങ്ങനെ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കൊടുക്കുകയാണ്. തിരികെ വന്നത് ഒരു ജോലി ഓഫറും ഒരു വിസയും കൂടെയാണ്. ഞാൻ അങ്ങനെ 2014 ജാനുവരി മാസം 4-ാം തീയതി അബുദാബിയിൽ മടങ്ങി വരികയാണ്. എനിക്ക് വേണ്ടി കമ്പനി വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, യഥാർത്ഥത്തിൽ പണ്ടത്തെ ഗൾഫ് എയർ ഉണ്ടല്ലോ, ആ ഗൾഫ് എയർ അതിൽ എത്തിഹാദ് എയർവേസ് ആയിട്ട് പരിണമിച്ചു. ഈ എത്തിഹാദ് എയർവേസിലേക്കാണ് എന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുമ്പ് കണ്ടതായ ദർശനം ഓർത്തു. ആ കുരിശിൽ കിടന്ന വ്യക്തി എന്നോട് പറയുന്ന ദൂത്, നിനക്ക് ഞാൻ 2 ചിറക് തരുന്നു, വലിയ 2 ചിറക്. എയർക്രാഫ്റ്റ് കാണുന്നവർക്ക് അറിയാം എത്ര വലിയ ചിറകാണെന്നത്. അപ്പോൾ ഈ വലിയ 2 ചിറകിലൂടെ നിന്റെ വഴി തുറക്കുമെന്നാണ് ആ ദൂത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ ജോലിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഇവിടെ ഒരു സഹോദരനുമായിട്ട് പരിചയമായി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ അടുത്തൊരു സെമിനാരി ഉണ്ട്, ഗിൽഗാൽ ബൈബിൾ സെമിനാരി. അവർക്ക് നൈറ്റ് ക്ലാസ്സസ് ഉണ്ട് രാത്രിയിൽ. അപ്പോൾ എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് എനിക്ക് ദൈവവചനം പഠിക്കണമെന്ന്. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ആയിക്കോളാം. അങ്ങനെ എന്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നു. 2010 അവര് എന്താഗ്രഹിച്ചോ എന്ന് വെച്ചാൽ എന്റെ വൈഫിന് ഒരു ജോലി, ഇവിടെ മക്കൾ പഠിക്കണം, അത് 2014 കർത്താവ് ചെയ്തു തന്നു. എന്റെ കുടുംബമായിട്ട് വന്നു, വൈഫിന് ഇവിടെ ജോലിയായി, എന്റെ കുഞ്ഞ് ഇവിടെ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എന്റെ മകളെ പഠിപ്പിച്ചു. അവള് അമേരിക്കയില് യുണൈറ്റഡ് എയർലൈൻസിലെ ഇന്ത്യയിലെ ഒരു ഓഫീസിൽ ജോലിയാണ്. അങ്ങനെ കർത്താവ് ആ നിലയിലെല്ലാം ഞങ്ങളെ കരുതി അങ്ങനെ ഇവിടെ എത്തുന്നു. ഇവിടെ 4 വർഷം സെമിനാരിയിൽ പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞു. 2017 നവംബറിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2018 ഫെബ്രുവരി, ഓർത്ത് നോക്കുക, എന്നോട് 2009 ആ ശബ്ദം സംസാരിച്ചു. വീണ്ടും 2013 ജൂലൈയിൽ എന്നോട് സംസാരിച്ചു. ഇതെല്ലാം കർത്താവിന്റെ വിലയമെ സംബന്ധിച്ചല്ല, വേറൊന്നുമല്ല, ഭൗതിക കാര്യങ്ങളോ എന്റെ ഭൗതിക കാര്യങ്ങളോ ഒന്നുമല്ല സംസാരിക്കുന്നത്, കർത്താവിന്റെ വിലയുമായി ബന്ധിച്ച കാര്യങ്ങളാണ്. 2018 ഫെബ്രുവരി മാസം 7-ാം തീയതി വീണ്ടും എന്നോട് സംസാരിക്കുകയാണ്. ആൻസൺ, ഞാൻ എന്റെ ഓഫീസിലായിരുന്നപ്പോൾ, ആൻസൺ നീ ഒരു മിനിസ്ട്രി തുടങ്ങണം, അതിന്റെ പേരാണ് ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. ഇത് ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി, കാരണം ഈ ബഥാനിയ എന്നുള്ള പേര് ഞാൻ നോക്കിയപ്പോൾ അത് ഒരു ദരിദ്രരുടെ ഭവനം എന്നൊക്കെയുള്ള ഒരു പേരാണ്. അപ്പോൾ എനിക്കൊരു സംശയം, കർത്താവെ ഈ പേരങ്ങോട്ട് ചേരുമോ? അപ്പോൾ എന്നോട് പെട്ടെന്ന് പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കാൻ. ഇത്രയും പറഞ്ഞിട്ട് ശബ്ദം മാറി, പിന്നെ ഞാൻ ആ ശബ്ദം കേട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എടുത്തപ്പോൾ അത് മുഴുവൻ ബഥാനിയാണ്. അപ്പോൾ അന്ന് തന്നെ ഈ ബഥാനിയ എന്നുള്ള പേര് കൊടുത്തു. ഞങ്ങൾ ഇവിടെ കൂടി വന്നിരുന്നതായ കർമ്മൽ IPC, അബുദാബി കർമ്മൽ IPC, അവിടുത്തെ ദേവദാസൻ, പ്രിയ കർത്തദാസൻ തോമസ് പാസ്റ്റർ എടുത്തിയെന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. പക്ഷേ അത് എന്ന് തുടങ്ങണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായില്ല. എന്നത് ഒഫീഷ്യലി തുടങ്ങണം. അടുത്ത ദിവസം എന്ന് വെച്ചാൽ 8-ാം തീയതി ഞങ്ങളുടെ സഭായോഗമാണ്. ആ സഭായോഗത്തിൽ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നു, പാസ്റ്റർ സാം ഏഴംകുളം. അദ്ദേഹത്തെ എനിക്കറിയില്ല, അദ്ദേഹത്തിന് ഞങ്ങളെ അറിയില്ല, ആദ്യമായിട്ട് ഞങ്ങളുടെ സഭയിൽ വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് എല്ലാവരോടും പറഞ്ഞു, ഒരു ഇൻട്രഡക്ഷൻ ഒന്നുമില്ല, നേരെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും വേദപുസ്തകം കരങ്ങളിൽ എടുക്കുക, എല്ലാവരും മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം തുറക്കുക. എന്നിട്ട് 1 മണിക്കൂർ അദ്ദേഹം ബേഥാനിയ എന്ന വാക്കിനെ കുറിച്ച് പ്രസംഗിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം കർത്താവിനെ ഉറപ്പിക്കുകയാണ്. ഞാൻ ദേവദാസനെ നോക്കി, ഞങ്ങളുടെ ദേവദാസനെ അന്നത്തെ സഭായോഗം കഴിഞ്ഞിട്ട് ദേവദാസന് ഒരു സമാധാന ചുമനം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ദേവദാസ നാളെ ആരംഭിക്കുക രാവിലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭവനത്തിൽ വരുന്ന വഴിക്ക് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഞാൻ വിളിച്ചു. സെമിനാറിൽ എന്നോട് പഠിച്ചയാളാണ്. അദ്ദേഹം ഒരു ദേവദാസനാണ്. അദ്ദേഹത്തെ വിളിച്ച കാര്യം പറഞ്ഞ് ഞാൻ നാളെ രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇത് സമർപ്പിച്ച് ആരംഭിക്കുക. അത് അദ്ദേഹം പറയുകയാണ്,
എൻ്റെ ദേവാസ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഒരു സഭയിലും പോകാറില്ല. എല്ലാം വിട്ടിട്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കും. കാരണം ഞാനിവിടെ കൂടി 10-20 വർഷം കഷ്ടപ്പെട്ട് രൂപപ്പെടുത്തിയ ഒരു സഭയാണ്. ആ സഭ എന്നെ തള്ളി. ഞാനിപ്പോൾ ഒരിടത്തും പോകാറില്ല. അപ്പോൾ എൻ്റെ ഉള്ളു പറഞ്ഞു, ഇതാണ് ഹൃദയത്തിൽ മുറിവേറ്റ ഒരു വ്യക്തി. അങ്ങനെ ആദ്യത്തെ ഒരു കുടുംബം അന്ന് ഞങ്ങളോട് എത്തി. അങ്ങനെ 2009 ഫെബ്രുവരിയിൽ ഈ ഞങ്ങൾ 2 കുടുംബങ്ങളായിട്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കണം. ഇത്രയും വർഷം കഴിഞ്ഞ 4 വർഷമായിട്ട് കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. അനേകരോട് കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുവാനും ഹൃദയത്തിൽ മുറിവേറ്റ അനേകരെ കർത്താവിന്റെ കൃപയിലേക്ക് മടക്കി കൊണ്ടുവരുവാനും ഒരു സത്രം, നമ്മൾ നല്ല ശമരിയക്കാരന്റെ ഉപമയില്, ആ കഥയില് നമ്മൾ കർത്താവ് പറയുന്ന ഒരു സത്രത്തിൽ ആക്കുന്നതായിട്ട്, എങ്ങനെയാണ് ഒരു സത്രം പ്രവർത്തിക്കേണ്ടത്, മുറിവ് ഉണക്കുവാനായിട്ട്, അതുപോലെ ഒരു സത്രമായിട്ട് ഇന്ന് കർത്താവ് ഏൽപ്പിച്ചു തന്ന ഈ ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇടയാക്കി. അതിലൂടെ അനേക ഹൃദയത്തിൽ മുറിവേറ്റ് വിഷമിക്കുന്ന, നിരാശയിലായിരിക്കുന്ന അനേകര് വിളിക്കുവാനും, ഞങ്ങളുടെ ബലമോ ഞങ്ങളുടെ കഴിവോ അല്ല, കർത്താവ് അവരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്ന മുറിവേറ്റവരാണ്. അവരെ കർത്താവിന്റെ വചനത്താൽ അവരുടെ മുറിവുകൾ കെട്ടി, കർത്താവിന്റെ സ്നേഹത്താൽ അവരുടെ മുറിവുകളെ പൊതിഞ്ഞ് അവരെ തിരികെ ദൈവത്തിന്റെ കൃപയിലേക്ക്, വിശ്വാസത്തിലേക്ക്, ആ പ്രത്യാശയിലേക്ക് മടക്കുവാൻ ദൈവം ഞങ്ങളെ കൃപ ചെയ്ത് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ, മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇത്രയും സമയം ഈ എളിയവന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയ ദേവദാസന്മാരോട് ഉള്ളതായി നന്ദി അറിയിക്കുന്നു. പ്രിയ ജോസഫ് പാസ്റ്ററോട്, അതുപോലെ ഇപ്പോൾ പാസ്റ്റർ ജോൺസൺ ഞാൻ ഓൺലൈനിൽ കാണുന്നു, ഇവരുടെ എല്ലാം, അതുപോലെ പ്രത്യേകിച്ച് സന്ധ്യ സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ബാക്കി പ്രത്യേകിച്ച് ഈ അപ്പർ റൂം പ്രെയർ ലൈനിൽ 24 മണിക്കൂറും കടന്നു വന്ന് ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയുമുള്ള നന്ദിയും കടപ്പാടും അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ആയിരുന്നു കൊള്ളുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, നിത്യനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പരമപിതാവേ, ഇത്രയും സമയം അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, അവിടുന്ന് നൽകി തന്ന പിതാവേ സന്ദേശങ്ങൾ, കർത്താവെ സാക്ഷ്യങ്ങൾ, കർത്താവെ എല്ലാവരുടെയും മുമ്പാകെ പ്രസ്താവിക്കുവാനായിട്ട് അടിയനെ ബലപ്പെടുത്തിയനായി സ്തുതിക്കുന്നു. കർത്താവ് ഈ സാക്ഷ്യം കേട്ട ദൈവമായ കർത്താവ്, ഈ കേട്ടവരൊക്കെ ഹൃദയത്തിൽ ബലപ്പെടുവാൻ, കർത്താവിനെ കേട്ട ഒരു വ്യക്തിയുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു മുറിവ് ഉണങ്ങാതെ ബാക്കിയുണ്ടെങ്കിൽ പിതാവെ അവരുടെ മുറിവുകൾ ഉണക്കപ്പെടുവാൻ, അവരുടെ നിരാശകൾ മാറുവാൻ, ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അവർ സൗഖ്യമാക്കപ്പെടുവാൻ, ആരുടെയെങ്കിലും ജീവിത വഴി കർത്താവെ മുട്ടി നിൽക്കുന്നുവെങ്കിൽ, അടഞ്ഞിരിക്കുന്നു തോന്നുന്നു കർത്താവെ, ആഴിയുടെ ആഴത്തിൽ ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് വേണ്ടി വഴിയെ തുറന്നവനായ ദൈവമേ, അവരുടെ മുമ്പിലുള്ള അടയ്ക്കപ്പെട്ട വഴികളെ തുറന്നു കിട്ടുവാനാ പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവ് പ്രെയർ ലൈനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവേ സ്തോത്രം. അവിടുന്ന് വലിയ കരുണ ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയൊക്കെയും അവിടുന്ന് ശ്രദ്ധയോടെ കേട്ട് അനേക അത്ഭുതങ്ങളെ, അനേക വിടുതലുകളെ പിതാവേ ഈ ലോകത്തിന്റെ മുക്കിനും മൂലയിലും നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, ഈ പ്രാർത്ഥനാ പ്രവർത്തനം മൂലം അനേക കർത്താവെ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്ന് വരുവാൻ ഇടയാക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവേ സ്തോത്രം. ലോകമെമ്പാടും നിറയപ്പെട്ടിരിക്കുന്ന ഒരു മഹത് ശുശ്രൂഷയായിട്ട് പിതാവേ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അവിടുന്ന് വളർത്തണമേ കർത്താവേ സ്തോത്രം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥന കേട്ടുകൾ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനിതനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.